പെസഹ ദിനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 19 മുതലുള്ള വചനങ്ങൾ. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരുമൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. സ്നേഹമുള്ളവരെ, ഇത് അത്താഴ വിരുന്നാണെന്നും ഭക്ഷണമേശയാണെന്നും നമുക്കറിയാം. ഭക്ഷണമേശയിൽ എപ്പോഴും സന്തോഷമുണ്ട്, വിഭവങ്ങളുടെ സമൃദ്ധിയുണ്ട്. അത് നമ്മുടെ മനസ്സും നിറയ്ക്കുകയും ചെയ്യും. എന്നാൽ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഈശോയുടെ മനസ്സിൻ്റെ അകത്ത് തീയുടെ ആളിച്ചയാണ്, തിളയ്ക്കുന്ന അനുഭവമാണ്. എൻ്റെ മനസ്സിൽ ഒരു തേങ്ങൽ അവശേഷിപ്പിക്കുകയാണ്. യേശുദമനം പറയുകയാണ്, എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നവരിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. ഭക്ഷണം വിളമ്പുമ്പോഴും ഉള്ളുനീറുന്ന അനുഭവമാണ്. ഭക്ഷണത്തിൻ്റെ നന്മ ആസ്വദിക്കാൻ പറ്റാത്തൊരവസ്ഥ. കൂടെ ഉള്ളവൻ ചതിക്കുമെന്ന് ഉറപ്പിച്ച് അവൻ ഭക്ഷണം വിളമ്പുകയാണ്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയൊരു അത്താഴം അതിന് മുൻപോ അതിന് ശേഷമോ ഉണ്ടായിട്ടില്ല. ഭക്ഷണമേശയിലുള്ള വിഭവങ്ങളൊന്നിലുമല്ല, പിന്നെയോ ഒരുവൻ്റെ ഹൃദയം അകലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്, പിശാചിലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ്. യൂദാസ് എന്നിൽ നിന്ന് ശരീരപ്രകാരം കൂടെ ഇരിക്കുകയും അവൻ ഒരുപാട് അകലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ വേദന, ഒറ്റിക്കൊടുക്കുന്നു എന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ പെസഹ ഇന്ന് നമ്മൾ ആചരിക്കുമ്പോൾ, പെസഹ ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ തലേന്ന് ഈ അപ്പക്കഷ്ണം നമ്മൾ നമ്മുടെ ഭവനത്തിൽ മുറിക്കുമ്പോൾ അകലങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, നന്മകളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, കൂടപ്പിറപ്പുകളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ഈശോ അനുഭവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, ദേവാലയമാകാൻ ദൈവിക സാന്നിധ്യങ്ങളിൽ നിന്നും കൗദാശികമായ അടുപ്പങ്ങളിൽ നിന്നൊക്കെ അങ്ങ് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, തിരികെ അടുത്ത് നിൽക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വചനം തരുന്നുണ്ടെന്നൊരു തോന്നൽ. ധ്യാനമായി ഇതിനെ ഏറ്റെടുക്കാം. സ്നേഹമുള്ളവരെ, ശരീരം കൊണ്ട് യൂദാസ് അടുത്ത്, എന്നാൽ മനസ്സൊരുപാട് അകലെ. ഞാനും യൂദാസായി മാറിയോ? ആമേൻ.